അപ്പൊ എല്ലാവർക്കും അപ്ഡേറ്റ് സ്കോറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന അപ്ഡേറ്റ് നമ്മുടെ നിവിൻ പോളിയുടെ ഇനി വരാൻ പോകുന്ന സിനിമ, അതായത് ദ ഗോസ്റ്റ് സ്റ്റോറി സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് ടൈറ്റിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. സർവം നായ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസംബർ 19 ക്രിസ്മസിനാണ് അവിടെ റിലീസ് ആകാൻ പോകുന്നത്. അഖിൽ സത്യന്റെ സിനിമയാണ്. അതായത് അഖിൽ സത്യം പാച്ചു കഴിഞ്ഞിട്ട് എടുക്കുന്ന സിനിമ. സിനിമയിൽ അജു വർഗീസ് നിവിൻ അജു കോംബോ, ഒരു ഹൊറർ കോമഡി കോംബോ, അതുപോലെ തന്നെ നിവിൻ ഫെസ്റ്റിവൽ കോംബോ, ഒരുപാട് കോംബോസ് പടത്തിൽ വരുന്നുണ്ട്. അടുത്തത് നിവിന്റെ അടുത്ത പടം പദ്ലേഹൻ കുടുംബ യൂണിറ്റ്. ഇതാണ് പടത്തിന്റെ ടൈറ്റിൽ വന്നേക്കുന്നത്. ഭാവന സ്റ്റുഡിയോ നിവിന്റെ സിനിമ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. സിനിമയ്ക്ക് ടൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ മമിത ബൈജു തന്നെയാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. കൂടുതലായിട്ടൊന്നും വാർത്തകളൊന്നും അറിഞ്ഞിട്ടില്ല. വിഷ്ണുവാണ് മ്യൂസിക് ചെയ്യുന്നത്. അതന്നെ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. കാരണം പ്രേമലു, റീസെന്റ് ജിംഖാനൊക്കെ പുള്ളിയായിരുന്നു. ആ ഒരു ഇതിലേക്ക് നിവിൻ വന്നു കഴിഞ്ഞാൽ നല്ല രസം. അതെ, അപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ട് ഗിരീഷാണ് സിനിമ ചെയ്യാൻ പോകുന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും സിനിമ ഈ വർഷം തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിപ്പോ നമ്മുടെ ലാലേട്ടൻ ഇപ്പോ കറന്റ് മഹേഷ് നാരായൺ മമ്മൂട്ടി പ്രോജക്റ്റിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തൊരു നൈറ്റിന്റെ പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമ ലാലേട്ടന്റെ ഫൈറ്റ് ആ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ജോയിൻ ചെയ്യാൻ പോണത്, അതിന് നേരെ ജോയിൻ ചെയ്യാൻ പോണത് ജയിലർ 2-ക്കാണ്. അത് നമുക്ക് വേറൊരു എക്സ്പെക്ടേഷൻ. അത് മാത്യു ക്യാരക്ടർ ജയിലറിൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അത് ആ ക്യാരക്ടർ, ആ നടൻ ഇവിടെ ഉണ്ടാക്കിയ ഒരു ഓളുണ്ടല്ലോ, ആ സിനിമക്ക് ഉണ്ടാക്കിയ ഒരു ബൂസ്റ്റ് ഉണ്ടായിരുന്നു. ജയിലറിൽ ഇപ്പോ ഓൾറെഡി മലയാളികളായിട്ടുള്ള കോട്ടയം സുരാജ്, അന്നരാജൻ, അതെ, സുനിൽ സുഗത ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അതെ, അവര് മറ്റേ പാലക്കാട് ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നു. അവരെന്നെ ഇപ്പൊ ചെന്നൈയിലാണ് ഇപ്പൊ പറഞ്ഞ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഒരു കേരള കണക്ഷൻ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടല്ലോ. അതെ, ഒരു കേരള കണക്ഷൻ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അനു മേനോന്റെ സിനിമ അത് ഈ വർഷം അനൗൺസ്മെന്റ് ഇപ്പൊ റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അനു മേനോൻ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ സിനിമ ഡ്രോപ്പ് ആയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡ്രോപ്പ് ആയിട്ടുള്ള കാര്യം അനു മേനോൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. 5 പാട്ടും 3 ഫൈറ്റും മുണ്ടും മടക്കി കുത്തൊക്കെ പുള്ളി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത വല്ല നല്ലൊരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ മിറാഷ്. ഓഗസ്റ്റ് 17 നമ്മുടെ ആസിഫ് അലി, ജിത്തു ജോസഫ് പടം. ഓഗസ്റ്റ് 17 ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആണ്. കാരണം 14 തീയതി കൂലി വരുന്ന. പക്ഷെ കൂമന് ശേഷം വരുന്ന സിനിമ എന്നുള്ള എക്സ്പെക്ടേഷൻ ജിത്തു ജോസഫിന്റെ പറയാൻ പറ്റില്ല. സിനിമയുടെ ഒരു ടീസർ. പക്ഷെ പോസ്റ്റർ ഒക്കെ നോക്കുമ്പോൾ എന്തൊരു ഡ്രാമ പടമുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഇപ്പോ പൃഥ്വിരാജ് കുമാറിന്റെ ഈ വർഷം വരുന്ന ഒരു റിലീസ് നമ്മുടെ വിലായത് ബുദ്ധ. അത് സച്ചി ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമ. ഒരുപാട് നാളായി സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ട്. ആ സിനിമയുടെ റിലീസ് സെപ്റ്റംബർ 25 വരുന്നതാണ് കേൾക്കുന്ന പുതിയ അപ്ഡേറ്റ്. കമൽഹാസൻ 237. അതെ, അതെ, ആ സിനിമ നമ്മുടെ കമൽഹാസൻ തന്നെ, രാജ് കമൽ തന്നെയാണ് പ്രൊഡക്ഷനും വരുന്നത്. എന്തായാലും നല്ല സിനിമ ആവട്ടെ. കാരണം വിരുദേശം ഒരു അടിപൊളി സിനിമയായിരുന്നു. അല്ല, പിന്നെ പൊതുവെ കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം 2 സിനിമകൾ, 2 പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമ. ഞാൻ അങ്ങനെ പറയില്ല, പക്ഷെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ സിനിമ ആൾക്കാർക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമായില്ല. ഡയറക്ടർ കുറച്ചും കൂടി ഇങ്ങനത്തെ പെർഫോമൻസ് വൈസ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ 3 ഈ വർഷം റിലീസ് ഉണ്ടാവില്ല എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷം കമൽഹാസന്റെ ഏതെങ്കിലും ഒരു സിനിമ, അല്ലെങ്കിൽ നമ്മുടെ ഇത്, അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ട് തുടങ്ങും. അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NTR 31, നമ്മളെ സിനിമ എന്താ പറയാ ഷൂട്ട് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞത് ടോവിനോ തോമസ് ആണ് സിനിമയിൽ വില്ലനായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ റോള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമയുടെ ഷൂട്ട് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ പല സ്ഥലങ്ങളായിട്ട്. അപ്പൊ സിനിമയുടെ അടുത്ത ഷെഡ്യൂളിൽ നമ്മുടെ ബിജു മേനോനും ടോവിനോ തോമസും ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അത്യാവശ്യം നല്ല. മലയാള സിനിമയിലാണ് ബിജു മേനോനെ കാണാത്തത്. അതെ. ബിജു മേനോൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിയറെ വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ആളാണ്. പിന്നെ ടോവിനോ നല്ല ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ. പിന്നെ ഒരു അപ്ഡേറ്റ് കൂടി രാവണപ്രഭുവിന്റെ റീ റിലീസ്. ആ സംഗതി എന്താ പറയാ എക്സൈറ്റിംഗ് ആയ ഒരു ന്യൂസ് ആണ്. മോഹൻലാലിന്റെ ഇത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ, അതായത് ഡയലോഗ് വൈസ് ആൾക്കാർക്ക് കാണാപ്പാടായിട്ടുള്ള. കാരണം നമ്മുടെ ചോട്ട മുമ്പിൽ കഴിഞ്ഞേക്കുമ്പോ ഒരു ഭയങ്കരമായിട്ട് ചർച്ച ഏതാണ് ഇനി അടുത്ത ലാലേട്ടൻ മാത്രല്ല കേട്ടോ,
അത് കഴിഞ്ഞപ്പോഴാണ് ദിലീപിന്റെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ എല്ലാം ഇമ്മീഡിയറ്റ് റിലീസ് അതെ കൺഫേം ആണ്. അതെ 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 കൺഫേം ആണ്. അപ്പൊ ഇനിയിപ്പോ രാവണപ്രഭു അവരെ തന്നെ കൺഫേം ചെയ്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവണപ്രഭു സിനിമ പഴയൊരു എപ്പിക് ക്യാരക്ടർ തിരിച്ചു വരുമ്പോൾ മന്ത്രശ്ശേരി നീലകണ്ഠൻ അതെ അയാളുടെ ഒരു തലതെറിച്ച മകനും ഭയങ്കരമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ ചോട്ടാമ്പി പോലെ തന്നെ.